നിവൃത്തികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. ജീവിതം സാക്ഷിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൈരളി ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ചേർന്ന് നടത്തുന്ന ഒരു ലോക അദാലത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ജീവിതം സാക്ഷി. ഈ പരിപാടിയിലൂടെ എത്തിച്ചേരുന്ന തീർപ്പുകൾ കോടതി വിധി പോലെ നിയമസാധുതയുള്ളതും ഇരു കക്ഷികൾക്കും ഒരേപോലെ ബാധകവുമാണ്. ഇതിനായി കെൽസയുടെ ഒരു പാനൽ തന്നെ നമ്മളോടൊപ്പമുണ്ട്. പാനലിനെ പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട മിസ്റ്റർ ജസ്റ്റിസ് എം രാജേന്ദ്രൻ നായർ, ശ്രീമതി മഞ്ജു ഇ ജോസഫ്, അഡ്വക്കേറ്റ് ബിന്ദു ശ്രീകുമാർ. ജീവിതം പലപ്പോഴും കടങ്കഥ പോലെയാണ്, ഉത്തരം കിട്ടാത്ത കടങ്കഥ. നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ലാളിത്യം അതിനുണ്ടെന്ന് പലപ്പോഴും തോന്നിയേക്കാം. എന്നാൽ ആരുടെ കൈപ്പിടിയിലും വഴങ്ങി നിൽക്കാതെ അത് സ്വതന്ത്രമായി ഒഴുകിപ്പോകുന്നുവെന്ന സത്യമാണ് ജീവിതം സാക്ഷി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രാജുവിൻ്റെയും ഉഷയുടെയും കഥയ്ക്കാണ്. ഒട്ടേറെ സങ്കീർണതകൾ നിറഞ്ഞ അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കഥ. നമുക്ക് ആദ്യം രാജുവിനെ സ്വാഗതം ചെയ്യാം. വരൂ രാജു. എവിടെയാ വീട്? മയ്യനാട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മോൻ, മോള്, മരുമോള്. എല്ലാവരും ഉണ്ട്. ഭാര്യയില്ല. അപ്പം അച്ഛനമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? ആരുമില്ല. ആരുമില്ല. മക്കൾക്ക് എത്ര വയസ്സായി? മോന് 25. ഓ, 25 വയസ്സുള്ള മകനുണ്ടല്ലോ. കണ്ട ചെറുപ്പക്കാരനായി തോന്നല്ലോ. മോക്ക് 22. 22. അവരെന്ത് ചെയ്യുന്നു രണ്ടുപേരും? കല്യാണം കഴിച്ചു. മോളുടെ കല്യാണം കഴിച്ചു. മോനോ? മോനും കല്യാണം കഴിച്ചു. അവരൊക്കെ എവിടെയാ? മോൻ എൻ്റെ കൂടെ, മോള് ചാത്തന്നൂര്. ചാത്തന്നൂര്. ഇപ്പൊ ആരുടെ താമസിക്കുന്നത്? മരുമോളുടെ കൂടെയാണോ മകളുടെ കൂടെ? മോൻ്റെ കൂടെ. മോൻ്റെ കൂടെ. ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ ഒരു പണിയില്ല, വീട്ടിലിരിക്കുകയാണ് ഭാര്യ. ഇപ്പോ രാജുവിന്റെ പ്രശ്നം എന്താ? രാജുവിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണൊക്കെ എൻ്റെ തൊട്ട് അയിലത്തെ ഒരു വീടുണ്ട്. അപ്പം ആ വീട്ടിലെ ആളും ഞാനും ഒരേ കണക്ക് ജോലിയും ചെയ്യും, ഒരേ കണക്ക് പിരിയാൻ വയ്യാത്ത സ്നേഹമായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്. അപ്പം എന്നെ സ്നേഹിക്കുന്നത് എന്നെ വെച്ച് മുതലെടുക്കാനും ഞാൻ അറിഞ്ഞില്ല, മനസ്സറിഞ്ഞില്ല. എന്താ രാജുവിന്റെ കാശൊക്കെ തട്ടിയെടുത്തോ? ഇല്ല, കാശല്ല. എന്താ ജോലിയായിരുന്നു രാജുവിന്? എന്താ ജോലി? ചായക്കട പണി. ചായക്കട പണിയാ. ചായക്കടയിൽ എന്ത് ജോലി? എനിക്ക് പൊറോട്ട അടിക്കാൻ. പൊറോട്ട അടിക്കാൻ. മറ്റേ ആളുടെയോ? അത് ഇതണക്ക് വെളിയിൽ കൂലിപ്പണിക്കും പോകും, ഇതാണ് വെളിയിലും പാചകത്തിന് പോകും. ഓഹോ. അപ്പം ഇതണക്ക് എൻ്റെ കൂടെ സഹകരിക്കും, അതാണെങ്കിൽ അവരോട് സഹകരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹകരിക്കുമായിരുന്നു. എൻ്റെ പെണ്ണും അവൻ്റെ പെണ്ണും ഞങ്ങളല്ല. അയാൾക്കും കല്യാണം കഴിഞ്ഞതാണോ? അവന് 19 വയസ്സുള്ളൊരു മോളുണ്ട്, 17 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. ഇത്ര ഉണ്ട്. തൊട്ട് ഇതാണ് അപ്പുറപ്പുറം വീട്. അപ്പം എൻ്റെ ഒരു പെങ്ങളെ പോലെ ഞാൻ അവരെ കരുതിയിരിക്കുന്നത്. അതാണെങ്കിൽ എന്നെ ഞങ്ങൾ സഹകരിക്കുന്ന സമയത്തിന് ഇവരെ വീട്ടുകാർ പലരും എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു, അവനെ സൂക്ഷിക്കണം, അതാണെങ്കിൽ നിൻ്റെ പെണ്ണിനെ നോക്കണം. എനിക്ക് അതെന്താ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാ? ഏത് മോളെ നോക്കും? എൻ്റെ ഭാര്യ. ഭാര്യയോ? നിങ്ങളുടെ ഭാര്യയോ? സൂക്ഷിക്കണം. ഇവനെ ഭാര്യക്ക് എത്ര വയസ്സായി? 53 വയസ്സായി. 53 വയസ്സുള്ള ഭാര്യയെ സൂക്ഷിക്കണമെന്നോ? ആരാ അങ്ങനെ പറഞ്ഞത്? എൻ്റെ അയലത്തുള്ളവർ തന്നെ. കാരണം ഞാൻ നേരം വെളുപ്പിന് 4 മണിക്ക് ഞാൻ കടയിൽ പോകും. കടയിൽ പോകുമ്പം ഞാൻ പോകുന്ന തക്കം നോക്കി ഇവൻ വന്ന് കയറും. അപ്പോൾ നിങ്ങളുടെ മോനും മോളൊന്നും വീട്ടിലില്ലേ? അന്ന് കൊച്ചു പിള്ളേർ. ഓ, ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട്. കൊച്ചു പിള്ളേർ ഇതിങ്ങനെ തുടരെ പോയിക്കൊണ്ടിരുന്നു. അല്ല, അങ്ങനെ വരാൻ കാരണം എന്താ? നിങ്ങളുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടോ ഭാര്യയ്ക്ക്? ഒന്നുമില്ല. പിന്നെന്താ? ഒരു ഇതുമില്ല. അല്ല, അങ്ങനെ ഒരു തെറ്റും ചെയ്യാതൊരു ഭാര്യ അങ്ങനെ ഒരു ബന്ധം അങ്ങനെ വരുമോ? ഇതിപ്പറ്റി എനിക്ക് ഈ സമയം വരെ ഒരു അല്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും അല്ലേ? അങ്ങനെ പലവരും എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചില്ല. ഞാൻ കണക്കൂട്ടുന്ന കഴിഞ്ഞാൽ എല്ലാവരും പല കുടുംബങ്ങളും നശിപ്പിക്കാൻ വേണ്ടി പലരും പറഞ്ഞു തരും. ഞാൻ ഇതിലേ കേട്ട് ഇതിലേ കളയും, മനസ്സിൽ ഒന്നും വെച്ചേക്കത്തില്ല.
അങ്ങനെ ഇതാണ് ഞങ്ങൾ ജീവിക്ക് പോയിക്കൊണ്ടിരുന്നത്. അല്ല, അങ്ങനെ ഒരു ഭാര്യയെ സംശയിക്കാമോ? ചുമ്മാ ആരെങ്കിലും ആൾക്കാർ പലതും പറയും, നിങ്ങൾക്ക് അങ്ങനെ സംശയിക്കാമോ ഒരു ഭാര്യയെ? അതും ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ, മക്കളുടെ അമ്മയെ? അല്ല, എനിക്ക് ഒരിക്കലും സംശയമില്ലായിരുന്നു. അവളടുത്ത് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുമില്ല, ഒരു സംശയമില്ലായിരുന്നു. ചോദിക്കാനും പോയിട്ടില്ല. ആരും ഞാൻ ഇതിലെ കെട്ടി ഇതിലെ കളയും. നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് തന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് പറയുന്ന ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരായിരിക്കണം? അല്ല, ഇത് കേട്ടോ, അങ്ങനെ ഞാൻ പറയണ്ടേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ 2 കണ്ണി കാണാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ കടയിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് നടുപ്പാന് വേദനയാണ്. രാവിലെ 4 മണിക്ക് കയറുന്നത് രാത്രി 9 മണിക്ക് ഒരേ കണക്ക് നിൽക്കുന്ന. അയ്യോ, കഷ്ടം. അങ്ങനെ ഞാൻ വന്നിട്ട് ഞാൻ കട്ടിലിൽ കിടക്കുന്നില്ല, ഞാൻ തറയും പാവിരിക്ക് കിടക്കുക. അങ്ങനെ അവിടെ കട്ടിലും കിടന്ന് ഞാൻ തറയെ പായും ഇരിക്കുക കിടക്കുക. അങ്ങനെ രാത്രി ഒരു 10-11 മണി കഴിയും. അപ്പം എനിക്ക് തോന്നി, ഞാൻ ഒന്ന് ചരിഞ്ഞ് എന്തിനാ ഇവിടെ വിളിക്കാനും നോക്കിയപ്പോൾ കട്ടിൽ ആളില്ല, കട്ടിൽ എൻ്റെ പെണ്ണില്ല. അങ്ങനെ പെട്ടെന്ന് ചാടി എനിക്ക്. അങ്ങനെ ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് എനിക്ക് നോക്കും, ഒരു അകത്ത് ആരുമില്ല. എൻ്റെ മരുമോൻ ഉണ്ട്, മോളും ഉണ്ട്. ഇതൊക്കെ മോളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണോ? അയ്യോ. അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ ഞാൻ ചോദിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ അടുക്കളയിലെ കഥ ഉറങ്ങാൻ നിന്ന് നോക്കിയപ്പോൾ വെളിയിൽ കൊളുത്തിട്ടേക്കുന്നു. ഞാൻ എങ്ങനെയും നോക്കിയിട്ട് അപ്പോൾ ഫ്രണ്ടിൽ കഥ പറഞ്ഞ് ഞാൻ ബാക്കിൽ കൂടെ വന്ന് വെളിയിൽ കൊളുത്തെടുത്ത് ഞാൻ അവിടെ ഏരിയ കംപ്ലീറ്റ് ഞാൻ അരിച്ചു നോക്കിയിട്ടും കണ്ടില്ല. അങ്ങനെ മൊബൈലെടുത്ത് ഞാൻ എൻ്റെ മൊബൈലെടുത്തിട്ട് ബെല്ലടിക്കും. അപ്പോൾ റിങ് അടിക്കുന്നു, കട്ട് ചെയ്യുന്നു. ഞാൻ വിളിയും കട്ട് ചെയ്യും. ഉള്ളപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വായിൽ കംപ്ലീറ്റ് കറങ്ങിയിട്ട് കാണാനില്ല. അങ്ങനെ എന്തായാലും തിരികെ വരുമെന്ന് വെച്ചാൽ ഞാൻ ഒരു കസേര എടുത്ത് എൻ്റെ അടുക്കളയുടെ പുറത്ത് മാറി ഞാൻ വെളിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ തൊട്ടടുത്തുനിന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഇവിടെ പയ്യെ വന്ന് എൻ്റെ ഏത് സൈഡിൽ നിന്ന്? ഇടത്തെ സൈഡിൽ നിന്ന്. എന്നാൽ ഞാൻ ഇവൻ്റെ വീട്ടിൻ്റെ അടുത്ത് മറ്റാളുടെ വീട്ടിൻ്റെ സൈഡിലാണോ വന്ന് എൻ്റെ വീട്ടിൻ്റെ പുറത്തൊരു നിലത്തിൽ കിടന്ന് വട്ടം കറങ്ങും. വട്ടം കറങ്ങുന്നത് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ വട്ടം കറങ്ങി. ഭ്രാന്താണോ? ഭ്രാന്തൊന്നുമില്ല, പിന്നെ മൊബൈലും കയ്യിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പിടിച്ച് ഞാൻ നീ എടാ പോയി ഞാൻ ചോദിച്ചു. നിങ്ങളെ കണ്ടിട്ടാണോ വട്ടം കറങ്ങിയത്? കറങ്ങനെ കിടന്ന് ചുമ്മാ എന്നെ ആരാ വിളിക്കൊണ്ട് പോയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ആരോ എന്തോ ചെയ്തു. ഞാൻ പിടിച്ച് കൊണ്ട് വന്നിട്ട് നീ എന്താ എവിടെ പോയിട്ടെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കറങ്ങി പോയെന്ന്. ഞാൻ പറഞ്ഞു എവിടെ പോയി? നീ ഉറങ്ങാൻ കിടന്ന് എൻ്റെ അടുത്ത് കിടന്ന് നീ എങ്ങോട്ട് പോയി? അപ്പം ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ ഭാര്യ കല്യാണ വർക്കിന് അരയ്ക്കാൻ പോകും. ഭാര്യയല്ല അവിടെ. മക്കളും ഇല്ല. മക്കള് അവൻ്റെ അമ്മ ഈ പെണ്ണിൻ്റെ തള്ളയുടെ വീട്ടിൽ കിടക്കണം. അങ്ങനെ ഞാൻ ചെന്ന് നോക്കി. അപ്പോൾ ഇവ മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നും വേണ്ടിയില്ല. അവിടെ ആ വീട്ടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടോ? സൈഡിൽ നിന്ന് ഇറങ്ങുന്നത്, അവൻ്റെ വീട്ടിന്റെ സൈഡിൽ നിന്ന് വരുന്നത് കണ്ടു. എന്നിട്ട് ഇവൻ്റെ അടുത്ത് എന്നെ ആരാ കൊല്ലാൻ കൊണ്ട് എന്നെ അങ്ങനെ കറങ്ങുന്നത്. ഞാൻ പറഞ്ഞു കൂടുതൽ ഞാൻ അടവെടുക്കണ്ട. അങ്ങനെ 2 അടി കൊടുത്ത് കയറാൻ പറഞ്ഞു. മേലെ അത് നീ ആവർത്തിക്കരുത് ഒക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ഒരു കുഴപ്പമില്ല ഉറക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളിത് അറിഞ്ഞുകൊണ്ട് അവരെ ക്ഷമിച്ചു, അവരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ട് ക്ഷമിച്ചു.